ഹലോ ഗായ്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോ ആണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കിക്കോളൂ. എന്താണെന്ന് വെച്ചാൽ SBI അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ, എഡ്യൂക്കേഷൻ ലോൺ നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ഈസി വേ ടു ഗെറ്റ് എ ലോൺ ഓഫ് amount of rupees 7,50,000 rupees. അത് നോൺ കൊളാട്രൽ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു SBI ബാങ്ക് അക്കൗണ്ട് വേണം, സേവിങ്സ് ബാങ്ക്. അതാണ് മോസ്റ്റ്ലി ആൾക്കാർക്കുള്ളത്. അപ്പോൾ അതൊരു കമ്പൽസറിയാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ 4 വേണം. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, EC കാർഡ്, അതുപോലെ തന്നെ പാൻ കാർഡ്, പിന്നെ ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുമ്പോൾ കരമടച്ച രസീത്, അതുപോലെ തന്നെ വീടിൻ്റെ കരമടച്ചത്, പിന്നെ നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ സൊസൈറ്റി ഓർ ബാങ്ക്. നമുക്കത് ബാങ്കിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്, അതും ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ഫ്രം വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം, വരുമാന സർട്ടിഫിക്കറ്റ്. ആ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായിട്ട് നമുക്ക് അക്ഷയ വഴി ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ തന്നെ ഇല്ല. അപ്പം അതിനായിട്ട് റേഷൻ കാർഡ്, ലാൻഡിൻ്റെ ടാക്സ് റെസിപ്റ്റ്, അതായത് കരമടച്ച രസീത്, അതുപോലെ തന്നെ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ATM കാർഡ്, ഇതൊക്കെ വെച്ച് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെയാണ് പേയ്മെൻ്റ് ഒക്കെ വരുന്നത്. അത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് പ്രപ്പോസ്ഡ് കോഴ്സ്, നമുക്ക് കോഴ്സിനെ പറ്റി ഒരു അറിവുണ്ടായിരിക്കണം. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പേപ്പേഴ്സ് നമുക്ക് മേടിച്ചെടുക്കേണ്ടതാണ്. ഫീസ് സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്രൂവൽ ഫോർ ദ കോഴ്സ്, ഓഫർ ലെറ്റർ കമ്പൽസറി ആയിട്ടും വേണം. മാർക്ക് ഷീറ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻസ്, അത് നമ്മൾ എത്ര വരെ പഠിച്ചു എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ 10, +2, ഡിഗ്രി, PG